നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ചൊവ്വ രാശി മാറുകയാണ്. ചൊവ്വ എന്നത് സേനാധിപതി, ഭൂമികാരകൻ, സഹോദരകാരകൻ, രക്തം, അഗ്നി, ആക്രോശം, റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, കായികം തുടങ്ങിയ കാരകത്വങ്ങളുള്ള ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും ബുധൻ്റെ വീടായ കന്നി രാശിയിലേക്ക് 2025 ജൂലൈ 28 മുതൽ സഞ്ചാരം തുടങ്ങുന്നു. ഏകദേശം 46 ദിവസത്തോളം, അതായത് 2025 സെപ്റ്റംബർ 13 വരെ ചൊവ്വ കന്നി രാശിയിൽ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. 12 രാശിക്കാരെയും ചൊവ്വയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന നമ്മുടെ മാന്യ പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽപാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് ചൊവ്വ 4ഉം 9ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ജൂലൈ 28 മുതൽ കന്നി രാശിയിൽ നിങ്ങളുടെ ധനം, കുടുംബം, വാക്ക് സ്ഥാനത്ത് സഞ്ചരിച്ചു തുടങ്ങുന്നു. ഏകദേശം 46 ദിവസം, അതായത് സെപ്റ്റംബർ 13 വരെ ചൊവ്വ കന്നിയിൽ സഞ്ചരിക്കുമ്പോൾ ചിങ്ങൻ രാശിക്കാർക്ക് എന്തൊക്കെയായിരിക്കും ഫലങ്ങളെന്ന് പരിശോധിക്കാം. കഴിഞ്ഞ കുറേ മാസങ്ങളായി ചൊവ്വ വക്രത്തിലും നീചത്തിലും പിന്നെ കേതുവിനൊപ്പവുമൊക്കെ സഞ്ചരിച്ചതിനാൽ ചിങ്ങൻ രാശിക്കാർക്ക് ചൊവ്വയുടെ നല്ല ഫലങ്ങളൊന്നും ലഭിച്ചു കാണില്ല. ചൊവ്വ നിങ്ങൾക്ക് യോഗാധിപതി കൂടിയാണ്. ആയതിനാൽ നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ നല്ല സ്ഥാനങ്ങളിൽ നിന്നാലേ ഗുണഫലങ്ങൾ കൂടുതലായി ലഭിക്കുകയുള്ളൂ. ഭാഗ്യാനുഭവങ്ങൾ മുന്നിൽ വന്നിട്ടും അത് ലഭിക്കാതെ പോയ രാശിക്കാരിൽ ഒരു രാശിയാണ് ചിങ്ങൻ രാശി. പോരാത്തതിന് ശനി നിങ്ങൾക്ക് അഷ്ടമത്തിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ വിചാരിച്ച ഒരു കാര്യവും നടന്നു കാണില്ല. അലച്ചിലായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടായത്. ജോലിസ്ഥലത്ത് മേലധികാരികളുടെ ശല്യം, സഹോദരങ്ങളാൽ ബുദ്ധിമുട്ടുകൾ, മനോവിഷമം, വസ്തു സംബന്ധമായി കേസ് വഴക്കുകൾ, വിൽക്കാൻ ശ്രമിച്ച വസ്തു വിൽക്കാൻ സാധിക്കാതെ വരിക, വസ്തു വാങ്ങാൻ ശ്രമിച്ചവർക്ക് അത് നടക്കാതെ പോവുക. ഇനി ഒരുപക്ഷെ ഇത് രണ്ടും നടന്നിട്ടുണ്ടെങ്കിൽ ആ വസ്തുവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിക്കാണും. അങ്ങനെ സ്വസ്ഥത നഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇനി കുറച്ച് ആശ്വസിക്കാൻ വക നൽകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ചൊവ്വ 2-ൽ കുടുംബം, ധനം, വാക്ക് സ്ഥാനത്തേക്ക് സഞ്ചരിക്കാൻ പോകുന്നതിനാൽ കഴിഞ്ഞ മാസങ്ങളിലെ അത്ര ദുരിതങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാകില്ല. ചൊവ്വയുടെ ദൃഷ്ടി വരുന്നത് നിങ്ങളുടെ രാശിയുടെ 5, 8, 9 ഭാവങ്ങളിലാണ്. അപ്പോൾ ഈ ഭാവങ്ങളൊക്കെ ആക്ടിവേറ്റ് ആകും. ചൊവ്വ നിങ്ങളുടെ ധനസ്ഥാനമായ കന്നിയിൽ സഞ്ചരിക്കുമ്പോൾ അതിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രങ്ങളിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. ഈ 3 നക്ഷത്രങ്ങളിൽ ഉത്രം സൂര്യൻ്റെ നക്ഷത്രമാണ്, അത്തം ചന്ദ്രൻ്റെ നക്ഷത്രമാണ്, ചിത്തിര ചൊവ്വയുടെ തന്നെ സ്വന്തം നക്ഷത്രമാണ്. അപ്പോൾ 28/7/2025 മുതൽ 12/8/2025 വരെ ഉത്രം നക്ഷത്രത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ, അതായത് സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സർക്കാർ സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറും. സർക്കാർ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് ജോലി ലഭിക്കും. അതുപോലെ തന്നെ പുതിയതായി ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. സർക്കാരിൽ നിന്നും ഏതെങ്കിലും രേഖകൾ നിങ്ങൾക്ക് കിട്ടാതെ തടസ്സപ്പെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഈ സമയത്ത് പാസ്സായി കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ പ്രീതി ലഭിക്കും. പിതാവുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും. പിതാവ് വഴി ലഭിക്കേണ്ടുന്ന പൂർവിക സ്വത്ത് പ്രതീക്ഷിച്ചവർക്ക് അത് ലഭിക്കാൻ സാധ്യത. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. നിലവിൽ ജോലിയിലുള്ളവർക്ക് തൊഴിൽ നേട്ടമുണ്ടാകും. കുടുംബത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടവർക്ക്
കുറച്ച് ആശ്വാസം ഉണ്ടാകും. കുടുംബത്തിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എടുത്തുചാട്ടവും ദേഷ്യവും ഒക്കെ കുറയ്ക്കുക. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. അല്ലെങ്കിൽ ഇതുമൂലം തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഭാഗ്യാനുഭവങ്ങളെല്ലാം കൈവിട്ടു പോകും. ധനത്തിന് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന നിങ്ങൾക്ക് ധനം പല വഴികളിലൂടെ വന്നു ചേരുന്നതാണ്. ചിലപ്പോൾ നനച്ചിരിക്കാതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ്. ചൊവ്വ അത്തം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന 13/8/2025 മുതൽ 2/9/2025 വരെ മാതാവിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകും. അതോടൊപ്പം തന്നെ രക്തസംബന്ധമായ രോഗമുള്ളവരും സർജറിയൊക്കെ വേണ്ടി വരുന്നവരൊക്കെ ഈ സമയത്ത് അത് ചെയ്യാവുന്നതാണ്. വീട്, വാഹനം, ഭൂമി വാങ്ങാൻ ജനനകാല ജാതകം കൂടി നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ഈ സമയത്ത് അവ വാങ്ങാൻ കഴിയും. മാതാവ് വഴി ലഭിക്കേണ്ടുന്ന ഭൂമിയോ വീടോ ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലവുകൾ നിങ്ങൾ നിയന്ത്രിക്കണം. വിദേശയാത്രയ്ക്ക് യോഗം, വിദേശത്ത് ജോലി സാധ്യത, വിദേശ രാജ്യങ്ങളുമായി ബിസിനസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക, ഇതൊക്കെ ഈ സമയത്ത് നടക്കുന്നതാണ്. ഇനി 3/9/2025 മുതൽ 13/9/2025 വരെ, അതായത് സെപ്റ്റംബർ 3 മുതൽ സെപ്റ്റംബർ 13 വരെ ചൊവ്വ തൻ്റെ സ്വന്തം നക്ഷത്രമായ ചിത്രയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും. സന്താനയോഗം, വിദേശയാത്ര, ധനലാഭം എന്നിവയ്ക്ക് ഈ സമയത്ത് വളരെയധികം സാധ്യതയുള്ളതാണ്. ഒരുപാട് കാലമായിട്ട് സന്താനത്തിനായി കാത്തിരുന്നവർക്ക് നല്ല മികച്ച ചികിത്സയിലൂടെയൊക്കെ ഈ സമയത്ത് സന്താന യോഗം ഉണ്ടാകുന്നതാണ്. അതുപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും യൂണിഫോം വേഷധാരികളായ ജോലിക്കാർക്കുമൊക്കെ വളരെ നല്ല സമയമായിരിക്കും. അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കെല്ലാം നേട്ടങ്ങളുടെ സമയം കൂടിയാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും നല്ല സമയമായിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു പൊതുവായിട്ടുള്ള ചൊവ്വയുടെ ഗോചരഫലങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വയുടെ ഗ്രഹസ്ഥിതിയും നടപ്പ് ദശാഭുക്തിയും അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.